നമുക്കറിയാം കഴിഞ്ഞ 3 ആഴ്ചക്കിടയിൽ 7 മരണങ്ങൾ സംസ്ഥാനത്തുണ്ടായി ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട എന്ന പ്രധാനപ്പെട്ട ഒരു കണക്ക് വരുന്നുണ്ട്. ആശങ്കാജനകമായ ഒരു കണക്കാണ്. കാരണം ഒരു തരത്തിലും അത് അനുവദിക്കാൻ പറ്റാത്ത കാര്യവുമാണ്. ഈ കൃഷിക്കായി ജീവനോപാധിക്കായി ഇറങ്ങുന്ന ആളുകളെയാണ് ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ആക്രമിച്ചു കൊല്ലുന്നത്. ഇതിൻ്റെ ഒരു കണക്കുണ്ട്. അത് MG മിഥുൻ അതിൻ്റെ വിവരങ്ങൾ നൽകും. മിഥുൻ, ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ് 3 ആഴ്ചയ്ക്കുള്ളിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ മേഖലകളിലൊക്കെ വലിയ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഫലപ്രദമായ ഒരു ഇടപെടൽ നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നതാണ് കഷ്ടം. രജിത്, തീർച്ചയായും വളരെ സങ്കീർണമായ ഒരു പ്രതിസന്ധിയിലൂടെ കൂടിയാണ് ഇപ്പോൾ സംസ്ഥാനം കടന്നുപോയിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ 3 ആഴ്ചയിടെ തന്നെ ഏകദേശം ഇന്നത്തെ ഒരു മരണം കൂടി ഉൾപ്പെടുത്തിയാൽ തന്നെ 8 പേരാണ് ഈ ഒരു വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായത്. അതിൻ്റെ കണക്കുകളിലേക്ക് നമ്മൾ വരുമ്പോൾ ഫെബ്രുവരി 13-നാണ് ഈ ആദ്യ മരണം സംഭവിക്കുന്നത്. അതായത് മരണമല്ല, ആദ്യ ആക്രമണം ഉണ്ടാകുന്നത്. അതായത് കാട്ടാന ആക്രമണത്തിൽ വെള്ളച്ചാലിലെ പോളിന് ആക്രമണം വയ്ക്കുന്നു. അദ്ദേഹം കുറുവ ദ്വീപിലെ അവിടുത്തെ വനംവകുപ്പിന്റെ വാച്ചർ കൂടിയായിരുന്നു. അവിടെ കാട്ടാന എത്തി ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് 3 ദിവസത്തിന് ശേഷം ഫെബ്രുവരി 16-ന് പോളിന്റെ മരണം സ്ഥിരീകരിക്കുന്നു. തൊട്ട് 2 ദിവസത്തിന് ശേഷമാണ് അടുത്ത ആളുടെ മരണം, അതും വയനാട്ടിൽ തന്നെ സ്ഥിരീകരിക്കുന്നത്. അതായത് ബേലൂർ മക്നെ എന്ന ആന, അതായത് കർണാടക അതിർത്തിയിൽ നിന്ന് പിടികൂടിയ ആനയെ പിന്നീട് അതിർത്തിയിലേക്ക് തുറന്നുവിട്ടിരുന്നു. ആ ആന കേരള അതിർത്തിയിലേക്ക് കടന്ന വിവരം പിന്നീട് സംസ്ഥാന സർക്കാരിന് കൈമാറി എന്നാണ് കർണാടക വനംവകുപ്പ് അറിയിച്ചിരുന്നത്. പക്ഷേ അത് സംബന്ധിച്ചുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു. ബേലൂർ മക്ന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ രജിത് തന്നെ നമ്മൾക്കറിയാം, പ്രേക്ഷകരൊക്കെ കണ്ട ആ ഒരു സാഹചര്യമുണ്ട്. അതായത് അതിക്രൂരമായ ആന ഈ അജീഷിനെ കൊലപ്പെടുത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അത് ഫെബ്രുവരി 18-നാണ് സംഭവിക്കുന്നത്. പിന്നീട് അടുത്ത കൊല നടക്കുന്നത് ഫെബ്രുവരി 26-നാണ്. അത് മൂന്നാറിലാണ്. മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ കന്നിമന എസ്റ്റേറ്റ് സ്വദേശിയായിട്ടുള്ള മണി മരണപ്പെടുന്നു. മണിക്കൊപ്പം ഉണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഫെബ്രുവരി 27-ന് തൊട്ടടുത്ത ദിവസം മൂന്നാറിൽ തന്നെ മറ്റൊരാൾ മരിക്കുന്നു. കാട്ടാന ആക്രമണത്തിൽ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള സുമേഷ് മരണപ്പെടുന്നു. അതായത് ഓട്ടോ സഞ്ചരിക്കുന്നിടയിൽ റോഡിലേക്ക് ഇറങ്ങി വന്ന കാട്ടാന ഈ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള സുമേഷിനെ എടുത്തെറിയുന്ന കാര്യമാണ്. അതായത് എടുത്തെറിഞ്ഞാണ് കൊന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്നീട് ദൃക്സാക്ഷികളൊക്കെ വ്യക്തമാക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം മൂന്നാറിനെ സംബന്ധിച്ചുണ്ട്. അതായത് കഴിഞ്ഞ 1 മാസത്തിനിടയിൽ മൂന്നാറിൽ ഏകദേശം 5 പേർ മരണപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഞെട്ടിക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് ഇടുക്കി കേന്ദ്രീകരിച്ച് വരികയും ചെയ്യുന്നത്. പിന്നീടുള്ളത് മാർച്ച് 4-നാണ്. അത് അടിമാലിയിൽ കാട്ടാനാക്രമണത്തിൽ വീട്ടമ്മയായ ഇന്നലെ മരിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാകുന്നത് നമ്മൾ കാണുകയും ചെയ്ത മൃതദേഹം വെച്ചുകൊണ്ട് ഉള്ള പ്രതിഷേധ പ്രകടനങ്ങളും ഒപ്പം തന്നെ വലിയ ജനരോക്ഷവും ഇരമ്പുന്നത് നമ്മൾ കാഴ്ചവെക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ദിവസമാണ് മാർച്ച് 5-ന് കോഴിക്കോട് കാട്ടുപോത്തിന്റെ ആക്രമണത്തിലാണ് എബ്രഹാം എന്ന വയോധികൻ മരിക്കുന്നത്. അതായത് അതിന്റെ റിപ്പോർട്ടുകളാണ് നമ്മൾ അല്പസമയത്തിന് മുമ്പ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ അതിന് തൊട്ടു പിന്നാലെയാണ് ഇതേ ദിവസം തന്നെ കാട്ടാന ആക്രമണത്തിൽ തൃശ്ശൂരിൽ വത്സല എന്ന ആദിവാസി സ്ത്രീ മരണത്തിൽപ്പെടുന്നത്, അതായത് കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. കാട്ടാന, അതായത് ഈ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്ത്രീ കാട്ടിലേക്ക് പോയത്. അവിടെ വെച്ച് മഞ്ഞക്കൊമ്പനാണ് ആക്രമിച്ചതെന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിൽ പോലും തന്നെ പ്രാഥമിക വിവരം അനുസരിച്ച് മഞ്ഞക്കൊമ്പനാണ് ഈ സ്ത്രീയെ ആക്രമിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ എടുക്കുമ്പോൾ നിയമസഭയിൽ വനമന്ത്രി AK ശശീന്ദ്രൻ രേഖാമൂലം സമർപ്പിച്ചിട്ടുള്ള വിവരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം 637ഓളം പേരാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ ഈ വന്യജീവി ആക്രമണത്തിൽ മരിച്ചിട്ടുള്ളത്. അതായത് സംസ്ഥാന സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ, അതായത് ഈ വന്യമൃഗങ്ങളൊക്കെ തന്നെ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴും, പക്ഷേ ഇതിനു വേണ്ടി, അതായത് ജനങ്ങളെ സുരക്ഷ ഉറപ്പാക്കേണ്ട വകുപ്പുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിരന്തരമായി ഉയരുന്നു. കഴിഞ്ഞ 3 ആഴ്ചത്തെ കണക്കുകൾ മാത്രമാണ് രജിത് നമ്മൾ ഈ സൂചിപ്പിച്ചത്, ഈ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 ആഴ്ചയിടയിൽ 8 പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടും എന്ത് സാഹചര്യം അല്ലെങ്കിൽ എന്ത് നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചു എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരുന്നുണ്ട്. അത് നാട്ടുകാർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് കൃത്യമായ മറുപടി വനവകുപ്പിന്റെ ഭാഗത്തുനിന്നില്ല, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതിന് ഒരു കൃത്യമായ
നടപടി വേണം, അതിനുവേണ്ടിയുള്ള പരിഹാരം വേണമെന്നുള്ള ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നു. നമുക്കറിയാം ഈ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യമുണ്ട്. അതായത് മാധവ് ഗാഡ്ഗിൽ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യമുണ്ട്. അതായത് ആവാസ വ്യവസ്ഥയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നിലവിൽ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ ഈ കാടുകളിൽ എത്ര മൃഗങ്ങളുണ്ട്, അതായത് ആനയാകട്ടെ, കടുവയാകട്ടെ, പുലിയാകട്ടെ, കാട്ടുപോത്തുകളാകട്ടെ, അങ്ങനെ ഏത് വന്യമൃഗങ്ങളെ എടുത്തു കഴിഞ്ഞാലും ഇവർ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ഇത് പെരുകിയത് എത്രയാണ് എന്നുള്ള കൃത്യമായ കണക്ക് സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ കയ്യിലില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ഹണ്ടിങ്ങിനുള്ള അനുമതി നൽകുക, ഇവയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകുക, വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവയെ കൊന്നൊടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകണമെന്നുള്ളൊരു അഭിപ്രായം ഈ പരിസ്ഥിതി ഗവേഷകരും ഒപ്പം തന്നെ വിദഗ്ധരും ഒക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടക്കേണ്ട സാഹചര്യം വർദ്ധിച്ചു എന്നുള്ള ഒരു വിമർശനവും ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് ജനങ്ങൾ ഈ ഒരു വിഷയത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നത്. ഈ കണക്കുകൾ പ്രകാരം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് മിഥുൻ പുറത്തുവിടുന്നത്. വനമന്ത്രി നിയമസഭയിൽ വെച്ച കണക്ക് തന്നെ പ്രശ്നമാണ്, സാധാരണക്കാരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. ഏതായാലും മനുഷ്യജീവന് സംരക്ഷണം വേണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നടപടികൾ അതിനുള്ള നമ്മൾ സ്വീകരിക്കുകയും വേണം. സർക്കാരും മറ്റ് സംവിധാനങ്ങളും ആ വിഷയത്തിൽ ഇടപെടുകയും വേണം. അതിരൂക്ഷമായി ഉണ്ടാകുന്ന വന്യമൃഗാക്രമണം കോഴിക്കോട്ടും തൃശ്ശൂരിലും വന്യമൃഗങ്ങൾ ഇറങ്ങിയതാണ് വലിയ ഭീഷണി ഉണ്ടാകുന്നത്. നേരത്തെ വയനാട്ടിലും മറ്റുമായിരുന്നു കാര്യമായ ഭീഷണി, ഇടുക്കിയിലും മറ്റുമായിരുന്നു കാര്യമായ ഭീഷണി ഉണ്ടായിരുന്നത്. 8 പേർ വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇന്നലെയും ഇന്നുമായി മാത്രം 3 പേർ കൊല്ലപ്പെട്ട ഒരു അവസ്ഥ കൂടി നമ്മൾ ഇതിലൂടെ ചേർത്ത് വായിക്കണം.